ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് യൂട്യൂബ് ചാനൽ ടോക്കിംഗ് ഗൈസ്. അപ്പം ഇന്ന് ഒരു സൺഡേ വ്ളോഗാണ്. ഇന്ന് രാവിലെ തന്നെ നമ്മൾ അനീനെ ഡ്രോയിങ് ക്ലാസ്സിന് കൊണ്ടുവന്ന കേട്ടോ. നല്ല വെയിലാണ് പുറത്ത്. അപ്പോൾ എന്നാൽ ഡ്രോയിങ് ക്ലാസ്സിന് കൊണ്ടുവന്ന കുറേ ദിവസമായി ഡ്രോയിങ് ക്ലാസ്സിന് പോകാത്തപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നേരമായിട്ടോ വന്നിട്ട്, ഏകദേശം 1.5 മണിക്കൂറിനിട്ടായി. അത് കഴിഞ്ഞ് അവനെ കൂട്ടാൻ വേണ്ടി മുകളിൽ വന്ന കേട്ടോ. അവനിപ്പോൾ വരും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് കഴിച്ചു. അപ്പോൾ ഞാൻ കല്ലുമ്മക്കായിൻ്റെ ബിരിയാണി, അവൻ ചിക്കൻ ബിരിയാണി ആയിട്ടാണ് വാങ്ങിച്ചത്. വീട്ടിൽ ഫുഡുണ്ട്, പക്ഷേ അവന് പുറത്തുള്ള ഭക്ഷണം എന്താ പറയുക, ബിരിയാണി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ കയറി. പിന്നെ ഒരു മൊജീറ്റയാണ് കേട്ടോ, മിൻറ്റ് മൊജീറ്റോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും ആദ്യമായിട്ടാണ് കുടിച്ചത്. ഞാൻ ബ്ലൂ കളറുള്ളത് കുടിച്ചിട്ടുണ്ട്, പക്ഷേ മിൻറ്റിൻ്റെ ആദ്യമായിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ബിരിയാണി നല്ല മാക്കം കഴിച്ചു. കാരണം എനിക്ക് ഈ കല്ലുമ്മക്കായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പം ഞാനൊരു ആവേശത്തിൽ അത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വായിച്ചതാണ് കേട്ടോ. അവന് പിന്നെ മീനൊന്നും ഇഷ്ടമില്ലാത്ത, അല്ലെ ഇങ്ങനത്തെ കടുക്കകളൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൻ ചിക്കൻ ബിരിയാണി എന്നെ കഴിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കൈയെല്ലാം കഴുകി ഞങ്ങൾ ബില്ല് വാങ്ങിച്ച് പുറത്തോട്ട് വന്നു. ബില്ലെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. വീട്ടിൽ പോയപ്പോൾ നല്ല വെയിലായിരുന്നു. ചൂടുകൊണ്ട് ഒരു രക്ഷയുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ണേട്ടനും ഞാനും മോനും കൂടെ ഇവിടെ മൈജിയിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. മൈജിയിൽ നമ്മളൊരു പഴയ ലാപ്ടോപ്പ് ഉണ്ട്. അപ്പോൾ അതവിടെ ഓൾമോസ്റ്റ് അത് പോകാനായിട്ട് ലാപ്ടോപ്പ്. അപ്പോൾ ഇനി വെച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിയുകൊണ്ട് നമ്മൾ മൈജിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ വിളിച്ച് വെച്ചപ്പോൾ അവർ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് കാറിലാണ് പോയപ്പോൾ ഞാൻ മൈജിയിലെത്തി. അവിടുന്ന് നമ്മൾ ആ ലാപ്ടോപ്പ് അവരെ ഏൽപ്പിച്ചപ്പോൾ അവർ എന്തെല്ലാം ചെക്ക് ചെയ്യാണ് കേട്ടോ. കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പം അതെല്ലാം നിൽക്കുമ്പോൾ ഞാനും അനിയും കൂടെ ഫുള്ളൊന്ന് ചുറ്റിക്കറങ്ങി കേട്ടോ. വടകര മൈജിയാണേ. അപ്പോൾ ഏകദേശം ഒരുപാട് സാധനങ്ങൾ നല്ല ഓഫറിൽ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അനയിനോട് ഓരോ സാധനം എടുത്തുകൊണ്ട് ചോദിക്കാൻ വേണോ എന്ന്. അപ്പം കുറേ ഫ്രിഡ്ജൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ മുന്നേ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി വാങ്ങിയിട്ട് അപ്പോൾ എ സികൾ ഏകദേശം 7 സംതിങ് ഒക്കെയാണ്. അപ്പോൾ അതെല്ലാം നോക്കി. പിന്നെ ഞങ്ങൾ സ്റ്റൗ ആയിരുന്നു വാങ്ങിക്കണം. അപ്പോൾ ഓരോ സ്റ്റൗവിൻ്റെ അടുത്തും പോയി നോക്കി ഇങ്ങനെ ഇരുന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞു. കട്ട പോസ്റ്റായിട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. കാരണം ചെക്കിങ് ഇങ്ങനെ വീണ്ടും നടന്നുകൊണ്ട് നിൽക്കുവാണേ. അതെല്ലാം കഴിഞ്ഞ് പുറത്തോട്ടൊക്കെ നോക്കുമ്പോൾ അവർ സ്റ്റൗ, വീട്ടിലുണ്ടായിരുന്ന സ്റ്റൗ അവിടെ കൊടുക്കണമായിരുന്നു. അതെന്തോ പ്രശ്നം, കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒരു പുക പോലെയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വേഗം പോയിട്ട് അത് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുത്തെ ഒരു സർവീസ് ചെയ്യുന്ന ഒരു പയ്യനെ കൂടെ കൊണ്ടുപോയി അവനെടുത്തുകൊണ്ട് വന്ന്. പിന്നെ ഞാനും അനിയും കുറച്ച് ഗെയിമെല്ലാം കളിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പുതിയ ഗ്യാസ്, അത് VDMത്തിൻ്റെ നല്ല പുതിയ മോഡലാണ് കേട്ടോ വാങ്ങിച്ചത്. വാങ്ങി നമ്മൾ കാറിലോട്ട് വെച്ചു. അപ്പോൾ അതെല്ലാം വെച്ച് നമ്മൾ വേഗം കുറച്ച് സമയം എടുത്തിട്ടു, ഏകദേശം 2 മണിക്കൂറോളം എടുത്തു അവിടെ. അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം വൈകുന്നേരം ആവാനായി, ഒരു രാത്രി സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയമായപ്പോൾ നമ്മൾ ഫുഡ് വീണ്ടും കഴിച്ചിട്ട് പോകാൻ, വീട്ടിൽ ഫുഡ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എൻ്റെ ഫോട്ടോ എടുത്തപ്പോൾ എന്നെ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. എന്നെ ചീത്ത പറഞ്ഞതാണേ, എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ അവിടെ എത്തി. ഞാനും അനിയനും കൂടെ പുട്ടും ഇതൊക്കെ ഉണ്ടാവും വെച്ചാൽ അവൻ പിന്നെ ചിക്കനാണ്. എനിക്ക് ആ എന്താ പറയുക, പൊരിച്ച പത്തിരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ ചിക്കൻ ഞാൻ കഴിക്കില്ല, ഞാൻ കൂട്ടിയില്ല. അവർ പിട്ടതും ചിക്കനും കൂടെ കഴിച്ചു കേട്ടോ. അതെല്ലാം കഴിച്ച് നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. വീട്ടിലിരി, കാരണം എനിക്ക് ഭയങ്കര തലവേദന കഴിച്ചു. എന്താണെന്നറിയില്ല, ഭയങ്കര തലവേദന. അനി വന്ന പഴയ TV-ൻ്റെ മുന്നിൽ കയറി ഇരുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ അടുക്കളയിലോട്ട് വന്നിട്ട് പുതിയ ഗ്യാസ് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞത് എടുത്ത് വെക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വേഗം പോയി അതിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാർബോർഡ് നല്ല റിമൂവ് ചെയ്ത് നമ്മൾ ഇതൊക്കെ എടുത്ത് വെച്ചു. ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മൾ സ്റ്റാർ കൊടുക്കുക, നല്ല അടിപൊളി ഗ്യാസാണ് കേട്ടോ. അപ്പം ഞാൻ പാലില്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചൊരു കട്ടൻ കാച്ചിട്ട് ഉണ്ണിയെണ്ണ ഞാൻ കാച്ചി ഉണ്ണിയെണ്ണ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് ആദ്യമായിട്ട് അതൊന്ന് കാച്ചി ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കുടിച്ച് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇതിലുണ്ടാക്കിയോണ്ടെന്നല്ല കേട്ടോ. കട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞതാണ്. ഗ്യാസും അടുപ്പും ഭയങ്കര നല്ലതാണ് കേട്ടോ. അങ്ങനെ ഞാനിത് കട്ടനെല്ലാം കുടിച്ചു. ഇത്രയേ ഉള്ളൂ ഇന്നത്തേത്. ബൈ, ടേക്ക് കെയർ, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.